ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ നൽകാവുന്ന പോഷക സമൃദ്ധമായൊരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഹെൽത്തി ഡ്രിങ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റാഗിയാണ്. എല്ലാവർക്കും അറിയാം, ധാരാളം പോഷകമുള്ള ഒരു ധാന്യവിളയാണ് റാഗി. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് ലഭിക്കില്ല. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ മതി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നമുക്ക് ഒരു ദിവസത്തിന് നമുക്ക് ആവശ്യമായ എല്ലാ പോഷക ഗുണങ്ങളും ഇതിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്കിതിന് പ്രധാനമായിട്ട് വേണ്ടുന്നത് റാഗിയാണ്. ഇപ്പം മുളപ്പിച്ച് പൊടിച്ച റാഗിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ പോഷക സമൃദ്ധമായിരിക്കും. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ റാഗിപ്പൊടിയായാലും മതി. റാഗി കൂടെ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട്, ബദാം, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, മത്തങ്ങയുടെ കുരു, കൂടാതെ ചിയ സീഡ്, ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് കൂടാതെ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ്, ഞാനിപ്പോൾ ആപ്പിളാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഴമോ ഏതെങ്കിലും നമുക്ക് ഓരോ ദിവസം മാറ്റി മാറ്റി ഉപയോഗിക്കാം. അതിന് കുഴപ്പമില്ല. നമുക്ക് ചിയ സീഡ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പം 1/4 കപ്പ് വെള്ളത്തിലേക്കാണ് ചിയ സീഡ് ഇടുന്നത്. ഇത് നമുക്ക് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈത്തപ്പഴം, ഡേറ്റ്സും അതേപോലെ കാഷ്യൂനട്ട്, നമ്മുടെ സീഡ്സ് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരാനായിട്ട് വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റാഗിയുടെ കുറുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെറിയ നേരത്തെ ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കുക, തീ വളരെ കുറച്ച് വയ്ക്കണം. സിമ്മിൽ വിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. നല്ല തീ കൂട്ടി വെച്ചാൽ ഇതൊരു തരിപ്പായിട്ട് കട്ടിയായി പോവും. അപ്പോൾ അത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അത് കിട്ടത്തില്ല. അതുകൊണ്ട് തീ വളരെ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തതിലേക്ക് 1 നുള്ളു ഉപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇതേപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. വല്ലാണ്ട് കുറുകയിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് കുറുകി കിട്ടും. നമ്മൾ റാഗിപ്പൊടിയുടെ അളവെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. ഒരുപാട് റാഗിപ്പൊടി എടുത്ത് നമ്മൾ കുറുക്കി വലിയ കട്ടിയിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റാഗിയുടെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടാവില്ല. നമ്മൾ 1 ടേബിൾ സ്പൂൺ കറക്റ്റ് അളവിലെടുക്കുക. അതേപോലെ നിങ്ങൾ പാൽ ഒഴിവാക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽ ഒഴിവാക്കുകയാണെങ്കിൽ അതിന് പകരം നിങ്ങൾ 1/4 കപ്പ് വെള്ളം എടുക്കുക. അത് കറക്റ്റ് ആയിരിക്കും. പിന്നെ ആവശ്യം തോന്നുകയാണെങ്കിൽ ഒരു ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കുറുക്കിയെടുക്കുക. 10 മിനിറ്റ് വേവിക്കുക. അപ്പം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഡേറ്റ്സും ഒക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഏലക്ക, ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം അല്ലാണ്ട് ശകലം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിൽ ആവശ്യമായ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആപ്പിളാണ്. ഇപ്പം നിങ്ങൾക്ക് ഓരോ ദിവസവും വേണമെങ്കിൽ ഓരോ ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം ആപ്പിൾ, ഒരു ദിവസം പഴം, അങ്ങനെ. നമ്മളിതിലേക്ക് വേറെ മധുരത്തിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. അതിനാണ് ഡേറ്റ്സ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടാം. മധുരം കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. നമ്മൾ കുറുക്കിയെടുത്തതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ നട്ട്സിൻ്റെ മിക്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലേക്ക് റാഗി കുറച്ച് ഒഴിക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ കുതിർക്കാത്ത സീഡ്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ പംകിൻ സീഡും സൺഫ്ലവറും എള്ള് ഇതിൻ്റെയൊക്കെ സീഡ്സ് എടുക്കുക. പിന്നെ ആൽമണ്ട്സ് ഒക്കെ നമുക്ക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. വേറെ ഏത് നട്ട്സാണ് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം. വളരെ കുറച്ചളവിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി വീണ്ടും നമ്മുടെ റാഗി കുറുക്കിയത് മിക്സും ഒഴിക്കുക. അതിന് മുകളിലായി വീണ്ടും ചിയ സീഡ്, ഇതേപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുത്ത് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക്സാണ്. ഇത് നമുക്ക് ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സ് വെച്ച്, ഇപ്പോൾ സെയിം ഫ്രൂട്ട്സ് വെച്ച് തന്നെ ചെയ്യണില്ല, ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സ് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സ് ആക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് ആണിത്. ഇത് നമ്മൾ
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചിന് മുന്നോ അല്ലെങ്കിൽ ഡിന്നറിന് മുന്നോ ഒക്കെ നമുക്കിത് കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫുള്ളായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകും. ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റ് ആഹാരങ്ങൾ കുറയ്ക്കും. അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മക്കൾക്കൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കിതിനകത്ത് ഡേറ്റ്സിൻ്റെ അളവ് ഇപ്പോൾ 4 ഡേറ്റ്സ്, ഇപ്പോൾ 5 ഡേറ്റ്സ് ഒക്കെ ചേർക്കാം. അതേപോലെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. പിന്നെ റാഗി കുറുക്കിയെടുക്കുന്ന സമയത്ത് ശകലം ശർക്കര കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദായിരിക്കും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിൽ നിന്ന് കിട്ടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പം ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.